ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ജാമ്യം നേടി പുറത്തിറങ്ങുമെന്നൊക്കെ പറഞ്ഞു. വീണ്ടും വാർത്തകൾ വിവാദമാകുന്നു. ആ ജാമ്യം സ്റ്റേ ചെയ്തു. എന്താണ് ഇവിടെ നടക്കുന്നത്? ഇല്ല, ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ എന്ന് പറയുന്ന പോലെ ചില കോടതികൾക്ക് വളരെ പ്രിയപ്പെട്ട ആളാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അതിൽ അതിശയം തോന്നുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. അതിശയിക്കേണ്ട കാര്യമില്ല. സ്വാഭാവികമായും അങ്ങനെ ഒരു സംശയം ഉണ്ടായാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. നോക്കൂ, ഇപ്പോൾ റൌസ് അവന്യൂ കോടതി സ്പെഷ്യൽ കോടതിയാണ്. ഇപ്പോൾ വെക്കേഷൻ ജഡ്ജാണ്. ജഡ്ജിൻ്റെ പേര് ന്യായ് ബിന്ദു. ഈ ജഡ്ജിൻ്റെ മുന്നിലാണ് കെജ്രിവാളിൻ്റെ ജാമ്യ ഹർജി വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ജാമ്യം അനുവദിച്ചുകൊണ്ട് 26 പേജുള്ള ഒരു ഉത്തരവാണ് ഈ ജഡ്ജ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിൻ്റെ പേജ് നമ്പർ 16 പറയുന്നത് കെജ്രിവാളിൻ്റെ ജാമ്യത്തെ എതിർത്തുകൊണ്ട് ആയിരക്കണക്കിന് പേജ് ഡോക്യുമെൻറ്റ്സാണ് ED തന്നിരിക്കുന്നത്. മറുഭാഗവും ഒരുപാട് പേജുകളുള്ള കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കോടതി ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്ന് പരിശോധിക്കുന്നത് ആർഗ്യുമെൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലും കോടതിയുടെ മുമ്പാകെ ഹാജരാക്കുന്ന ഡോക്യുമെൻറ്റുകൾ പരിശോധിച്ചിട്ടുമാണ്. പക്ഷേ നമ്മുടെ ജഡ്ജി ഇതിൻ്റെ 16-ാം പേജ് പറയുകയാണ്. അതിൽ ജഡ്ജ്മെൻറ്റിൻ്റെ 16-ാം പേജിൽ ഒരു സെൻറ്റൻസ് ഞാൻ വായിക്കാം. ഹവർ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഗോ ത്രൂ ദ തൗസൻഡ്സ് ഓഫ് പേജസ് ഓഫ് ഡോക്യുമെൻറ്റ്സ് അറ്റ് ദിസ് ജങ്ചർ. ഏത് ജങ്ചറിൽ? ജയിലിൽ കിടക്കുന്ന ഗുരുതരമായ 100 കോടി രൂപയുടെ അഴിമതി നടത്തിയ ആളെ, മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ആളെ പുറത്തു വിടണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്ന ഈ ഘട്ടത്തിൽ ഈ ആയിരക്കണക്കിനുള്ള പേജുകൾ പരിശോധിക്കുക എന്നുള്ളത് പോസിബിളല്ല, സാധ്യമല്ല. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കോടതി ജാമ്യം അനുവദിച്ചത്? എന്ത് ന്യായമാണ് പറയാനുള്ളത്? വളരെ അത്ഭുതകരമല്ലേ? അതെ അതെ. കാരണം ഇത് ജാമ്യം കൊടുക്കരുത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് പേജുകളുള്ള തെളിവുകൾ, ഡോക്യുമെൻറ്റ്സ് പറഞ്ഞ തെളിവുകളാണ് കോടതി മുമ്പാകെ ഹാജരാക്കിയിരിക്കുന്നു, ED ഹാജരാക്കിയിരിക്കുന്നു. അപ്പോൾ കോടതി പറയുകയാണ് ആയിരക്കണക്കിന് പേജുകളുണ്ട്, ഇതൊന്നും ഈ ഘട്ടത്തിൽ പരിശോധിക്കാൻ കഴിയില്ല. ഈ ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഏത് ഘട്ടത്തിലാണ്? പിന്നെ ഏത് ഘട്ടത്തിലാണ് പരിശോധിക്കുക? കാരണം ഈ കോടതി ട്രയൽ നടത്തുന്ന കോടതിയല്ല. ജാമ്യത്തിന് അർഹതയുണ്ടോ ഇല്ലയോ എന്നും മാത്രം പരിഗണിക്കേണ്ട കോടതിയാണ്. വിചാരണ കോടതിയല്ല. വിചാരണ നടത്തി ശിക്ഷിക്കുന്ന ട്രയൽ തുടങ്ങിയിട്ടില്ല. അതിനു മുമ്പ് ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്ന ലിമിറ്റഡ് സ്കോപ്പുള്ള ജൂറിസ്ഡിക്ഷനാണ് ഇപ്പോൾ ഉള്ളത്. ജാമ്യം കൊടുക്കണോ വേണ്ടയോ, അല്ലാതെ കെജ്രിവാൾ കുറ്റക്കാരനാണോ അല്ലയോ, കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കണോ എന്ന് തീരുമാനിക്കുന്ന കോടതിയല്ല. അപ്പോൾ ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുമ്പോൾ അതിനു മുമ്പുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും പരിശോധിക്കണം, എല്ലാ തെളിവുകളും പരിശോധിക്കണം. കോടതി പറയുക ഈ ഘട്ടത്തിൽ, ഏത് ഘട്ടത്തിൽ? ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ഹർജിയിലെ ഫൈനൽ തീർപ്പാണ്. ജാമ്യ ഹർജി സെപ്പറേറ്റ് ആണല്ലോ. ജാമ്യ ഹർജിയുടെ ഫൈനൽ തീർപ്പ് ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതാണ്. അത് തീരുമാനിക്കുന്ന ഘട്ടത്തിൽ ഈ ഡോക്യുമെൻറ്റ്സ് പരിശോധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ എപ്പോഴായി ജഡ്ജി പരിശോധിക്കുക? അപ്പോൾ ഇതൊന്നും പരിശോധിക്കാതെ ജാമ്യം കൊടുക്കുക എന്നുള്ളതാണ് എന്ന് എഴുതി വെച്ചിരിക്കുക. എന്നിട്ട് പറയുന്നുണ്ട് പക്ഷേ അത് പരിശോധിക്കാനൊന്നും പറ്റില്ലെങ്കിൽ അടുത്ത ബാക്കി പറയുന്നത് എൻ്റെ മുന്നിൽ വരുന്ന കാര്യങ്ങൾ പരിശോധിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. ഏത് ഡോക്യുമെൻറ്റ്സ് ഒന്നും നോക്കാതെ ഇദ്ദേഹത്തിൻ്റെ ഈ ഇച്ഛയ്ക്ക് അനുസരിച്ചാണോ തീരുമാനിക്കുന്നത്? ഈ ഡോക്യുമെൻറ്റ്സ് പരിശോധിക്കാതെ ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഇയാൾ ജാമ്യത്തിന് അർഹതയുണ്ട്, ഇന്ന ഡോക്യുമെൻറ്റ്സ് ഇന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയില്ലേ? ഇത് ഇത്രയും പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഇത്തരം ഇങ്ങനെയൊക്കെ തീർപ്പ് കൽപ്പിച്ചാൽ, ഡോക്യുമെൻറ്റ്സൊക്കെ പരിശോധിക്കാതെ തീർപ്പ് കൽപ്പിച്ചാൽ അതിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന് കരുതി പലപ്പോഴും കോടതികൾ ചെയ്യാറില്ല. അത് ജഡ്ജി ജഡ്ജ്മെൻറ്റിൽ 16-ാം പേജിൽ അംഗീകരിക്കുന്നുമുണ്ട്. എന്നിട്ട് പറയുകയാണ് പക്ഷേ സമീപകാലത്ത് ഇങ്ങനെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് ഇത്തരം ഉത്തരവുകൾ പുറപ്പെടുവിക്കാതെ കോടതികൾ മാറി നിൽക്കുന്നുണ്ട്. എന്നാൽ സമീപകാലത്ത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും ഇത്തരം കാര്യങ്ങളിൽ ഇങ്ങനെ മാറി നിൽക്കേണ്ട എന്നുള്ള അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ സമീപകാലത്ത് CBI ഡേ സെലിബ്രേഷൻസ് നടന്നപ്പോൾ പ്രധാനമന്ത്രിയൊക്കെ പങ്കെടുത്ത മീറ്റിംഗാണ്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. പ്രസംഗത്തിൽ ED സ്പെഷ്യൽ കോടതിയാണ് EDയുടെ കാര്യങ്ങളും CBIയുടെ നോക്കുന്നത്. അപ്പോൾ അത്തരം ഒരു കോടതിയാണിത്, സ്പെഷ്യൽ കോടതിയാണ്. ED കേസുകളും CBI കേസുകളും പരിഗണിക്കുന്ന കോടതികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് പ്രസംഗിക്കുകയുണ്ടായി. അദ്ദേഹം ഞങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ഇൻസ്പയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ജാമ്യം അനുവദിക്കുന്നത്. അതായത്
നിലവിലുള്ള നിയമപ്രകാരമാണെന്ന് പറയുന്നില്ല. ഈ ഡോക്യുമെന്റ്സ് പരിശോധിച്ചിട്ടില്ല എന്ന് കോടതി സമ്മതിക്കുന്നു. സമയമില്ല. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് ഈ കോടതി കെജ്രിവാളിന് ജാമ്യം കൊടുക്കുക എന്നുള്ള ഒരു സിംഗിൾ പോയിന്റ് അജണ്ട, എന്ത് നിയമം ഉണ്ടെങ്കിലും എന്ത് ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിലും അതൊന്നും പരിശോധിക്കാതെ തന്നെ എൻ്റെ മുന്നിൽ വന്നു ഞാൻ ജാമ്യം കൊടുക്കുന്നു, ഇങ്ങനൊരു കോടതിക്ക് വിധി കൊടുക്കാൻ കഴിയുമോ? അതുകൊണ്ടാണ് ഇന്നലെ തന്നെ വിധി വന്ന ഉടൻ തന്നെ ED സ്റ്റേ ഓർഡർ ഹൈക്കോടതി പോയി. ഹൈക്കോടതി തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്തു, വാദം തുടരുകയാണ്. അപ്പോൾ നോക്കൂ, കെജ്രിവാളിൻ്റെ കേസിൽ നടക്കുന്ന എല്ലാ അസാധാരണമായ നടപടികളാണ്. സുപ്രീം കോടതി നോക്കൂ, സുപ്രീം കോടതിയിൽ എന്താ കേട്ടുകേഴ്വിയില്ലാത്ത തരത്തിൽ സുപ്രീം കോടതിയിൽ കെജ്രിവാൾ ആവശ്യപ്പെട്ടത്, മനു അഭിഷേക് സിംഗ് ആവശ്യപ്പെട്ടത് എന്താ? ജാമ്യം വേണമെന്നല്ല, അറസ്റ്റ് ചെയ്ത നടപടി റദ്ദാക്കണം, പ്രതിയല്ല എന്നാക്കണം, അറസ്റ്റ് തന്നെ റദ്ദാക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അറസ്റ്റ് തന്നെ റദ്ദാക്കിയാൽ പിന്നെ ജാമ്യത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ജാമ്യ ഹർജി കൊടുക്കാതെ അറസ്റ്റ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി, അസാധാരണമായ ഹർജിയുമായിട്ട് സുപ്രീം കോടതിയിൽ കെജ്രിവാൾ വന്നത്. അപ്പോൾ ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്തയും സഞ്ജയ് ഖന്നയും ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഇത് കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ കോടതി പല പ്രാവശ്യം പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾക്ക് ജാമ്യം വേണോ എങ്കിൽ ജാമ്യ ഹർജി ഫയൽ ചെയ്യൂ എന്ന് പറഞ്ഞു. കെജ്രിവാൾ പറഞ്ഞു എനിക്ക് ജാമ്യം വേണ്ട എന്നൊക്കെ പറഞ്ഞ കോടതി വളരെ പെട്ടെന്ന് സ്വമേധയാ തീരുമാനമെടുക്കുക, ഞങ്ങൾ അങ്ങ് ഇൻ്ററിം ബെയിൽ തരാൻ തീരുമാനിച്ചു. അതും തെരഞ്ഞെടുപ്പ് കാലത്ത്. അതിന് പറയുന്ന ന്യായം, ഇദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്, സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്, അത് രാഷ്ട്രീയ പ്രചരണം നടത്തേണ്ടതുണ്ട്, അതുകൊണ്ട് ഇലക്ഷൻ പ്രചാരണത്തിന് പോകാൻ വേണ്ടിയിട്ട് ജാമ്യം കൊടുക്കുന്നു, ജൂൺ 2-ാം തീയതി തിരിച്ചു വരണം എന്നും പറഞ്ഞാണ് ജാമ്യം കൊടുത്തത്. അതായത് സ്വമേധ കൊടുത്തു, കക്ഷി ആവശ്യപ്പെടാത്ത ജാമ്യം, ഇൻ്ററിം ബെയിൽ, ഇടക്കാല ജാമ്യം കോടതി പിടിച്ച് തലേ വെച്ച് കൊടുത്തു. അതേ സമയത്ത് ജാർഖണ്ഡ് മുഖ്യമന്ത്രി സോറൻ കിടക്കുന്നു. അദ്ദേഹം ഇതേ ആവശ്യമായിട്ട് ഇന്ന് കൊടുത്തില്ല. മുഖ്യമന്ത്രിയാണ്, പാർട്ടി പ്രചരണം നടത്തുന്ന വലിയ സ്റ്റേറ്റാണ് ഇത്. ഡൽഹി എന്ന് പറയുന്ന ഒരു ചെറിയ സ്റ്റേറ്റാണ്, മുഖ്യമന്ത്രിക്ക് ലിമിറ്റഡ് പവേഴ്സേ ഉള്ളൂ. അതേ സമയത്തേക്ക് സോറന്റെ കേസിൽ ഈ പറഞ്ഞ പോലെ അദ്ദേഹം ഒരു പൂർണ്ണ തോതിലുള്ള മുഖ്യമന്ത്രിയാണ്, രാജിവെച്ചു, ഈ ED കേസിൽ അകത്താണ്, ജയിലിലാണ്. ഇനി നോക്കി, ഇതേ കേസിൽ ഡൽഹി മദ്യനയ കേസിൽ കെജ്രിവാളിൻ്റെ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ ഇപ്പോഴും കേസിൽ ജയിലിലാണ്. അപ്പോൾ കെജ്രിവാളിന് ഈ നാട്ടിലുള്ള നിയമ നടപടികളും കീഴ്വഴക്കങ്ങളും ഒന്നും പാരമ്പര്യമല്ല എന്നുള്ള ഒരു ഇമേജ് ഉണ്ടാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് റോസ് അവന്യൂ കോടതിയുടെ ഈ ജഡ്ജ്മെന്റിനെ ചാലഞ്ച് ചെയ്ത് ഇമ്മീഡിയറ്റ്ലി രായ്ക്ക് രാമാനം എന്ന് പറയാം ED കോടതി പോയത്. ഹൈക്കോടതി എന്ത് ചെയ്തു? ഉച്ച കഴിഞ്ഞ് ആഘോഷപൂർവ്വം കെജ്രിവാളിനെ എഴുന്നള്ളിച്ചു കൊണ്ടുവരാനാണ് ആം ആദ്മി പാർട്ടി തീരുമാനിച്ചിരുന്നത്. ആ നടപടി പുറത്തേക്ക് വിടുന്നത് സ്റ്റേ ചെയ്തിരിക്കുക. പക്ഷേ ഉച്ച കഴിഞ്ഞ് വാദം തുടരുകയാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ ഡൽഹിയിൽ വാദം തുടരുകയാണ്. അപ്പോൾ ഒരുപക്ഷെ ജാമ്യം കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ ഇത് നിയമ നടപടികളെ, കോടതികളെ നമ്മൾ കാണുന്നത് ഈ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലും വളരെ നിഷ്പക്ഷമായി പെരുമാറുന്നവരുമാണെന്ന് കരുതുന്നത്. അപ്പോൾ സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിന് ഇൻ്ററിം ബെയിൽ, ഇടക്കാല ജാമ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ പലരും, സോറൻ ഉൾപ്പെടെയുള്ള ആളുകൾ, എനിക്കും അത് കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കണ്ടം വഴി ഓടിച്ചു, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ. അദ്ദേഹത്തിന് കൊടുത്തില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പുണ്ട്, അദ്ദേഹത്തിന് പ്രചരണം നടത്തണം, ആ അവകാശം അദ്ദേഹത്തിന് കൊടുത്തില്ല, കെജ്രിവാളിന് മാത്രമായി. പക്ഷേ വേറെ ചില ക്രിമിനൽസ്, പഞ്ചാബിലൊരു കോൺഗ്രസ്സുകാരൻ ഈ സുപ്രീം കോടതി വിധി കാണിച്ച് എനിക്ക് ജാമ്യം വേണം, എനിക്ക് പ്രചാരണം നടത്തുമ്പോൾ ജാമ്യം പഞ്ചാബിൽ നിന്ന് മേടിക്കുകയും ചെയ്തു. മേടിച്ചു. അത് നമ്മൾ ചർച്ച ചെയ്തു. അപ്പം നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനത്തിൽ തന്നെ ആകെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളാണ് ഇങ്ങനെ ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട് നിർഭാഗ്യവശാൽ പരമോന്നത നീതിപീഠം മുതൽ ഇപ്പോൾ റൌസ് അവന്യൂ കോടതി വരെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ചില കോടതികളാണ് ഇങ്ങനെ കെജ്രിവാളിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതെ, നമ്മൾ നോക്കുന്നു, ഇന്ത്യൻ തെരഞ്ഞെടുപ്പിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ജോർജ് സോറോസ് മുതൽ പലരും ഇടപെടാൻ ശ്രമിച്ചു എന്നതിൻ്റെ വാർത്തകളൊക്കെ, ഞെട്ടിക്കുന്ന വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ നമ്മുടെ ഏതെല്ലാം സിസ്റ്റത്തെ മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷികൾക്ക്, അല്ലെങ്കിൽ നിലവിലുള്ള ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സർക്കാരിനെ എതിർക്കുന്ന ആളുകൾക്ക് ഫ്യൂവൽ ചെയ്യാൻ, ഇന്ധനം കൊടുക്കാൻ തരത്തിൽ പറ്റുന്ന ബാഹ്യ ഇടപെടലുകൾ നമ്മുടെ എല്ലാ രംഗത്തേക്കും വന്നു കഴിഞ്ഞു എന്നതിൻ്റെ തെളിവുകൾ ഓരോന്നായിട്ട് വന്നിരിക്കുക. ഇപ്പോൾ ഇവരെല്ലാം കൊണ്ടാടിയ ധ്രുവ് റാഠി എന്ന് പറയുന്ന ആൾ പോലും സോറസിൻ്റെ ഫണ്ട് വാങ്ങിച്ച് പ്രവർത്തിച്ച ആളാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അയാളുടെ മറ്റു ചില രാഷ്ട്രീയ ബന്ധങ്ങളുമുണ്ട്. അത് നമ്മൾ കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ അടുത്ത ദിവസം നമുക്ക് ധ്രുവ് റാഠിയുടെ മറ്റു ചില ബന്ധങ്ങളെ വെച്ച് വീഡിയോ നമുക്ക് ചെയ്യാം. ഏതായാലും നമ്മൾ പറഞ്ഞു വരുന്നത്, ആ കെജ്രിവാളിൻ്റെ കേസിൽ
ഉള്ള ഈ നടപടികളാകെ കാണുമ്പോൾ ഇത് ബാഹ്യ സമ്മർദ്ദത്തിന് വഴങ്ങി കെജ്രിവാളിന് വേണ്ടി നിലപാടെടുക്കുന്നതിലേക്ക് ഇന്ത്യയിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ബാക്കിയില്ല. എല്ലായിടത്തും ഇങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്ന് ആരെങ്കിലും ശങ്കിച്ചു പോയാൽ അവരെ കുറ്റം പറയാൻ പറ്റും. ന്യായാധിപന്മാർ സ്വാധീനിക്കപ്പെടുന്നു എന്നൊരു അർത്ഥം കൂടെ വരുമല്ലേ? അത് മറ്റേ അമിത്ഷാ പറഞ്ഞല്ലോ, അസാധാരണമായൊരു നടപടിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അദ്ദേഹത്തിന് എന്തോ പ്രത്യേക പ്രിവിലേജ് കെജ്രിവാളിന് കൊടുത്തതുപോലെയാണെന്ന് പറഞ്ഞു. പക്ഷേ നോക്കൂ, അത് കെജ്രിവാളിൻ്റെ ഓഫീസിൽ വെച്ച് കെജ്രിവാളിൻ്റെ പ്രേരണ കൊണ്ട് വിഭവ് കുമാർ എന്ന് പറയുന്ന അയാളുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്വാതി മണിവാളിനെ ആക്രമിച്ച കേസുണ്ട്. ഇതിലൊന്നും സുപ്രീം കോടതിയിലെ ഒന്നും ഇടപെടലുണ്ടായില്ല. സുപ്രീം കോടതി അങ്ങനെ ഇടപെടത്തില്ല. പക്ഷെ അവിടെ ഹർജിയൊക്കെ ആയിട്ട് പോകുന്നു, കേസൊക്കെ അങ്ങനെ അതിൻ്റെ മുറയ്ക്ക് ഇങ്ങനെ എഴഞ്ഞ് നീങ്ങുകയാണ്. അപ്പോൾ ഏതായാലും ഈ റൌസ് അവന്യൂ കോടതിയുടെ വിധി, അതായത് ആയിരക്കണക്കിന് ഡോക്യുമെൻറ്റുകൾ കിട്ടിയിട്ടുണ്ട് ഈ ഘട്ടത്തിൽ. അതാണ് ഞാൻ ഈ ഘട്ടത്തിൽ എന്നുള്ളത് ഊന്നി പറയുക. ഏത് ഘട്ടം? ജാമ്യം കൊടുക്കുന്ന ഘട്ടത്തിൽ. ജാമ്യം കൊടുക്കുക എന്നുള്ള, ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്നത് മാത്രമാണ് ഈ ബെയിൽ ആപ്ലിക്കേഷൻ്റെ മെറിറ്റ്. അപ്പം ജാമ്യം കൊടുക്കുക എന്നുള്ള ഒരു അജണ്ടയായിട്ട് വെക്കുന്നു. എന്നിട്ട് ഈ ഘട്ടം ഈ ഘട്ടം എന്ന് പറയാം. അപ്പോൾ ഈ ഘട്ടം എന്ന് പറഞ്ഞാൽ അന്ന് ഇപ്പം കൊടുക്കുന്നില്ല. ജാമ്യം കൊടുക്കാതിരിക്കുകയാണെങ്കിൽ ഞാൻ ഇത്രയും ഡോക്യുമെന്റ്സ് വായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വായിക്കാത്തതുകൊണ്ട് ഈ ഘട്ടത്തിൽ ജാമ്യം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. കാരണം ഹർജിക്കാരൻ്റെ ആവശ്യം എനിക്ക് ജാമ്യം വേണമെന്നുള്ളതാണ്. ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഈ ഡോക്യുമെന്റ്സ് വായിച്ചിട്ടാണ്. പക്ഷേ ഡോക്യുമെന്റ്സ് വായിക്കാതെ പറയുകയാണ് ഈ ഘട്ടത്തിൽ എനിക്കിത് വായിക്കേണ്ട, എന്നാൽ പോലും ഞാൻ അങ്ങോട്ട് ജാമ്യം കൊടുക്കുകയാണ്. എൻ്റെ മുന്നിലുള്ള മാറ്റർ വന്നാൽ ഞാനത് പരിഗണിക്കണം. അതിന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു പബ്ലിക് മീറ്റിങ്ങിലെ പ്രസംഗമാണോ മാനദണ്ഡമാക്കി ഒരു രാജ്യത്തെ കീഴ്വഴമാക്കി ഒരു കോടതി എടുക്കേണ്ടത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനും അത്യാവശ്യം നിയമം പഠിച്ചിട്ടുള്ള ആളാണ്. നമ്മുടെ രാജ്യത്ത് നിയമം പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. റൌസ് അവന്യൂ കോടതിയുടെ നടപടികൾ അത്ര പെട്ടെന്ന് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ കെജ്രിവാളിന് ഈ പറഞ്ഞ പോലെ ആദ്യം കോടതിക്ക് പ്രിയപ്പെട്ട ഇവരെൻ്റെ മാനസപുത്രൻ എന്ന് പറയുന്ന, അതെ എന്ന് പറയുന്ന ചില ആളുകളൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട്. അതിലൊരാളാണ് നീതിപീഠത്തിലെ ചിലർക്ക് പ്രിയപ്പെട്ട ആളാണോ കെജ്രിവാൾ എന്നുള്ള സംശയം നമുക്ക് വരുന്നു. അത് ഇഡിക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇഡി ഇന്നലെ രാത്രി തന്നെ ഹൈക്കോടതിയെ സമീപിക്കുകയും ഇന്ന് രാവിലെ ഇഡിക്ക് സ്റ്റേ കിട്ടി. ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കരുതുന്ന പോലെയൊന്നും അല്ല നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് എന്തൊക്കെയോ നമുക്ക് മനസ്സിലാവാത്ത, പിടികിട്ടാത്ത, ദുരൂഹമായ, സംശയാസ്പദമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഉറപ്പാണ് അല്ലേ? നമ്മളൊക്കെ സാധാരണക്കാരാ, അതെ, അരിയാഹാരം കഴിക്കുന്നവരാ. നമ്മുടെ ആരെങ്കിലും കേസിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഒരിക്കലുമില്ല. സിനു ഒരു കേസിൽ പ്രതിയാണെങ്കിൽ, ഞാനൊരു കേസിൽ പ്രതിയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിലെ പ്രേക്ഷകർ നിങ്ങളാരെങ്കിലും ഒരു കേസിൽ പ്രതിയാണെങ്കിൽ, പരമോന്നത നീതിപീഠം മുതൽ താഴത്തെ വിചാരണ കോടതി വരെ നിങ്ങളോട് എടുക്കുന്ന നിലപാട് ഇതായിരിക്കുമോ? ആളുവില, കല്ലുവില, പൊന്നുവില എന്നൊന്നുമല്ല. കെജ്രിവാൾ ഡൽഹിയിലെ മുഖ്യമന്ത്രിയായിരിക്കും. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണേലും രാഷ്ട്രപതി നമുക്ക് മാറ്റി നടത്താം. രാഷ്ട്രപതിക്ക് പ്രത്യേക പ്രിവിലേജുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ പ്രധാനമന്ത്രി മുതൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരൻ വരെ നിയമത്തിന് മുന്നിൽ തുല്യരാണ്. ഇന്ത്യയിൽ ഒരു നടപടി എടുക്കാൻ പാടില്ലാത്ത രണ്ടുപേരേ ഉള്ളൂ. അത് രാഷ്ട്രപതിയും ഗവർണർമാരുമാണ്. അവർക്ക് ആ പദവിയിലിരിക്കുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല, ക്രിമിനൽ കേസ് എടുക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള പ്രിവിലേജസ് ഉണ്ട്. പക്ഷേ പ്രൈം മിനിസ്റ്റർക്കെതിരെ എടുക്കാം, മുഖ്യമന്ത്രിമാർക്കെതിരെ എടുക്കാം, നമ്മുടെ സാധാരണക്കാർക്കെതിരെ എടുക്കാം. പക്ഷേ ഇവരെല്ലാം ഒരേപോലെ കാണണമെന്നാണ് നിയമം വ്യവസ്ഥ ചെയ്യുന്നത്. പക്ഷേ അരവിന്ദ് കെജ്രിവാളിന് നമ്മളെക്കാളൊക്കെ കൂടുതൽ, അല്ലെ മറ്റുള്ളവരെക്കാൾ ഒക്കെ കൂടിയ ഒരു മുന്തിയ പരിഗണന കിട്ടുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ നമുക്ക് ഈ സംഭവത്തിലൂടെ, ഈ വിധിന്യായത്തിൽ ഈ ജഡ്ജി ഇങ്ങനെ എഴുതി വെച്ചതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ബാക്കിയുള്ളത് ഹൈക്കോടതി തീരുമാനിക്കട്ടെ. ഏതായാലും ഈ ഭാഗം തന്നെയാണ് ഇഡി ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മെറിറ്റ് തീരുമാനിച്ച് ഹൈക്കോടതിയുടെ വിധി മിക്കവാറും നമ്മളിത് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.